പരാതി ഗൂഢാലോചനയാണ്, സെറ്റിലുള്ള എതിർപ്പ് കാരണമാണ് പരാതി ഉണ്ടായത് എന്നാണല്ലോ മൊഴി നൽകിയിരിക്കുന്നത്. വിൻസിയുമായി മറ്റു പ്രശ്നങ്ങളില്ല എന്നും കൂടി ഷൈൻ ടോം ചാക്കോ പറഞ്ഞിട്ടുണ്ട്. വിനീത, അത് മറ്റ് ഏതെങ്കിലും നിലയ്ക്കുള്ള പ്രശ്നം ഉണ്ടായിരുന്നില്ല. സെറ്റിലെ തർക്കമാണ്, മറ്റ് ആരോപണങ്ങൾ വ്യാജവും കളവുമാണ് എന്ന് ഷൈൻ ടോം ചാക്കോ വാദിക്കുന്നു. അതായത് അത് മറ്റൊന്ന് തന്നെയാണ്. അത് അങ്ങനെ ഒരു കേസായി പോലീസിന് മുൻപിൽ വരികയാണെങ്കിൽ അതൊരു മറ്റൊരു കേസായി തന്നെ കാണേണ്ടതാണ്. പക്ഷേ ഈ വിവരങ്ങളടക്കം ചോദിച്ചു വാങ്ങിക്കുക, ചോദിച്ചു മനസ്സിലാക്കുക എന്നതിൻ്റെ കൂടി ഭാഗമായാണ് അതടക്കമുള്ള കാര്യങ്ങൾ വിശദമായി ചോദിച്ചത്. അതിൻ്റെ ഒരു കാര്യം, അതിൽ തന്നെ ആരോപണമായി വന്നതിലൊരു പ്രധാനപ്പെട്ട കാര്യം ലഹരി അടക്കം ഉപയോഗിച്ചതിന് ശേഷമാണ് ഇങ്ങനെ മോശമായി പെരുമാറുന്നത്. അപ്പോൾ ആ കേസിന് രണ്ട് തരത്തിൽ, ഒന്ന് ലഹരി കേസ് എന്ന നിലയ്ക്കുള്ളൊരു സ്വഭാവമുണ്ട്, മറ്റൊന്ന് മോശം പെരുമാറ്റം എന്ന നിലയ്ക്കുള്ള സ്വഭാവമുണ്ട്. ആ നിലയ്ക്കാണ് നടി വിൻസിയോട് മോശമായി പെരുമാറിയതടക്കമുള്ള പരാതികളെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ പോലീസ് സംഘം ചോദ്യമായി ആരാഞ്ഞത്. ആ ഘട്ടത്തിലാണ് മറ്റ് സെറ്റിലുണ്ടാകുന്ന ചില തർക്കങ്ങളുടെയും ഈഗോകളുടെയും അടിസ്ഥാനത്തിലുണ്ടായ പ്രശ്നമാണ് ഈ ആരോപണം കളവാണ്, താൻ മോശമായി പെരുമാറിയിട്ടില്ല എന്ന് ഷൈൻ വാദിക്കാൻ ശ്രമിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പശ്ചാത്തലം അതാണ്. അങ്ങനെ വാദിച്ച് നിലനിൽക്കുക എന്നതോടൊപ്പം ആ കാര്യത്തിൽ ചലച്ചിത്ര സംഘടനകളുടെ അടക്കം പരിശോധനകളുമായി ഷൈൻ ഇനി സഹകരിക്കുമെന്ന് നേരത്തെ കുടുംബം വ്യക്തമാക്കിയിരുന്നു. അതിന്റെ ഭാവി എന്താണെന്ന് കണ്ടറിയേണ്ടതാണ്. അല്പസമയത്തിനകം തന്നെ ഷൈൻ ടോം ചാക്കോയെ വിട്ടയക്കും. കുടുംബാംഗങ്ങൾ നേരത്തെ തന്നെ ഇവിടെ നിന്ന് മടങ്ങിയിട്ടുണ്ട്. അതായത് സ്റ്റേഷൻ ജാമ്യത്തിന് നടപടിക്രമങ്ങൾ പിതാവ് അടക്കം എത്തി, കുടുംബാംഗങ്ങൾ എത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. അത് ഇപ്പോൾ തന്നെ പുറത്തേക്ക് വിട്ടയക്കുകയും ചെയ്യും. അതേസമയം ഈ കേസുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ ഉണ്ട്. ഷൈനെ സംബന്ധിച്ചിടത്തോളം വലിയ കുരുക്കിലേക്കാണ് പോയിരിക്കുന്നത്. ലഹരി പരിശോധന അടക്കം, ആന്റി ഡോപ്പിംഗ് ടെസ്റ്റ് അടക്കം, മുടിയും നഖവും ഒപ്പം രക്തവും അടക്കം സാമ്പിളുകൾ ശേഖരിച്ചുകൊണ്ടുള്ള പരിശോധനയുണ്ട്. ആ പരിശോധനാ ഫലം എന്നത് നേരത്തെ ഉപയോഗിച്ച രാസലഹരിയുടെ അടക്കം സാന്നിധ്യം കൃത്യമായി കണ്ടെത്താൻ കഴിയുന്ന പരിശോധനയാണ്. അതാണ് ഈ കേസിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായി നിലനിൽക്കുന്നത്. നാളുകളായി ലഹരി സംബന്ധിച്ച ആരോപണത്തിന്റെ നിഴലിൽ നിൽക്കുന്ന ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഒരു കേസിലേക്ക് എത്തുന്നു. ആ കേസിൽ പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യലായിട്ടുള്ള ഒരു ടെസ്റ്റിലേക്ക് പോകാൻ കഴിയുന്നു. ആ പരിശോധനാ ഫലം ഷൈനെ സംബന്ധിച്ച് അങ്ങേയറ്റം ഷൈന്റെ ഭാവി നിർണ്ണയിക്കുന്ന ഒന്നായി മാറും എന്നത് നിസ്തർക്കമാണ്. അങ്ങനെ ലഹരി ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതടക്കം ജാമ്യമില്ലാത്ത ഗുരുതരമായ വകുപ്പുകൾ ചുമത്താൻ കഴിയും വിധമുള്ള ഒന്നായി അത് പരിണമിക്കുമെന്നതൊരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, നേരത്തെ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രതി നൽകിയ വെളിപ്പെടുത്തലും മൊഴിയുമുണ്ട്. അതിൽ ഷൈൻ അടക്കമുള്ളവർക്ക് ലഹരി എത്തിച്ചു നൽകി എന്ന മൊഴിയടക്കമുണ്ട്. അതുൾപ്പെടെയുള്ള വിവിധ കേസുകളിലേക്ക് കൂടി ഇത് പോവുകയാണ്. അതായത് ഇവിടെ സംഭവിച്ചിരിക്കുന്നത് കൊച്ചിയിലെ ഹോട്ടലിൽ മുറിയെടുത്ത് ലഹരി ഉപയോഗിച്ചു എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിൽ പരിശോധന നടക്കുകയും ആ ഘട്ടത്തിൽ തെളിവ് നശിപ്പിക്കാൻ രക്ഷപ്പെട്ടു പോവുകയും ചെയ്തു. അങ്ങനെ രണ്ടുപേർ ചേർന്ന് ഗൂഢാലോചന നടത്തി. അതിൽ ഒന്നാം പ്രതി ഷൈൻ ടോം ചാക്കോയും രണ്ടാം പ്രതി സുഹൃത്ത് മലപ്പുറം സ്വദേശി മുർഷാദും ആകുന്നു. അങ്ങനെ ഒരു കേസ് രജിസ്റ്റർ ചെയ്യപ്പെടുമ്പോൾ തന്നെ കൂടുതൽ ഇതിൽ വളരെ വിപുലമായ അന്വേഷണത്തിലേക്കുള്ള ഒരു പശ്ചാത്തലം അന്വേഷണ സംഘത്തെ സംബന്ധിച്ച് ലഭ്യമാകുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതായത് രാസലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന സമ്മതം ചോദ്യം ചെയ്യലിനിടെ തന്നെ പ്രതി സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ശാസ്ത്രീയമായി തെളിയിക്കാൻ കഴിയും വിധമുള്ള ടെസ്റ്റിലേക്ക് പോകാൻ കഴിഞ്ഞു എന്നത് ഒന്നാമത്തെ പ്രധാനപ്പെട്ട കാര്യം. മറ്റ് കേസുകളിൽ കൂടി ചോദ്യം ചെയ്യുകയും അതിൽ ഏതെങ്കിലും തരത്തിൽ ഷൈനിന്റെ പങ്ക് കൂടുതൽ ശാസ്ത്രീയമായി വെളിപ്പെടുത്തും വിധമുള്ള അന്വേഷണത്തിലേക്ക് പോകാൻ കഴിയുമോ, അതുൾപ്പെടെയുള്ള ഒരു സാധ്യത കൂടി തെളിഞ്ഞു എന്നത് രണ്ടാമത്തെ കാര്യം. അതുൾപ്പെടെ ഇനി വിപുലമായ മറ്റ് അന്വേഷണം, സിനിമാ മേഖലയിൽ ലഹരി എത്തിക്കുന്നവർ, അത് സഹപ്രവർത്തകരും അവിടെ തന്നെ സെറ്റിൽ തന്നെ പ്രവർത്തിക്കുന്നവർ വഴിയും ലഭ്യമാകുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയെങ്കിൽ അതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് വിപുലമായ അന്വേഷണത്തിലേക്ക് പോകാം. ഇപ്പോൾ സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്നുണ്ട് എങ്കിൽ പോലും ഷൈൻ ടോം ചാക്കോയെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കുരുക്ക്, നിയമപരമായ ഒരു കുരുക്കിലേക്കാണ് വീണിരിക്കുന്നത്. ഈ ഒരു കേസ് മാത്രമല്ല, ഇതടക്കമുള്ള മറ്റ് നിരവധി കേസുകളിലെ അന്വേഷണത്തിന്റെ കൂടി ഭാഗമാകേണ്ടി വരും, അല്ലെങ്കിൽ ചോദ്യം ചെയ്യൽ അടക്കമുള്ള കാര്യങ്ങളുടെ ഭാഗമാകേണ്ടി വരും. ആ കേസിലും ഷൈന് വിശദീകരിക്കേണ്ടി വരും, മറുപടി പറയേണ്ടി വരും. മറ്റൊന്ന്, ഈ പരിശോധനാ ഫലം എന്നത്, അതിൻ്റെ റിസൾട്ട് എന്നത് ഷൈൻ്റെ ഭാവിയെ ഉറപ്പായും, അത് നിയമപരമായ പശ്ചാത്തലത്തിൽ നോക്കിയാൽ ഉറപ്പായും ഷൈൻ്റെ ഭാവിയെ നിർണായകമായി ബാധിക്കാൻ പോകുന്ന ഒന്നുകൂടിയാണ്. അങ്ങനെ ഈ കേസ്, അതായത് കൊച്ചിയിൽ ഒരു രാത്രി ഷൈൻ പരിശോധനയ്ക്ക് ചെന്ന പോലീസ് സംഘത്തിന്റെ പിടിയിൽപ്പെടാതിരിക്കാൻ ഓടി രക്ഷപ്പെട്ടു. അത് പക്ഷേ ഗുണ്ടകളാണ് എന്ന് വിചാരിച്ചാണ് എന്നതാണ് ഷൈൻ്റെ മൊഴി. പക്ഷെ അതവിടെ നിൽക്കുമ്പോഴും അങ്ങനെ രക്ഷപ്പെട്ടു പോയതിൽ തുടങ്ങിയ ഒന്ന് വലിയ ഒരു കേസിന്റെ, മറ്റൊരു വലിയ കേസിന്റെ തുടക്കമായി മാറുന്നു എന്നതാണ് ഇതിൽ പ്രധാനമായും കാണേണ്ടത്. ചലച്ചിത്ര മേഖലയിലെ ലഹരി വല അത് എത്ര വ്യാപകം എന്നതടക്കമുള്ള ധാരാളം ചർച്ചകളും വിവാദങ്ങളും ഒക്കെ പല വശത്തും പുരോഗമിക്കുമ്പോഴും അതിൽ കൃത്യമായ കേസുകളിലേക്ക് പലപ്പോഴും എത്തിച്ചേരാൻ അന്വേഷണ സംഘങ്ങൾക്ക് കഴിഞ്ഞിരുന്നില്ല എന്നതുകൂടി നമ്മൾ കാണേണ്ടതാണ്. പലപ്പോഴും ലഹരി പിടികൂടുന്ന സംഭവങ്ങൾ നിരന്തരമായി ഉണ്ടാകുമ്പോഴും വ്യാപകമായി ലഹരിയുടെ
ഒഴുക്ക് നടക്കുന്ന പല കേന്ദ്രങ്ങളിലും കൃത്യമായി ഇടപെടൽ നടത്തി അതിൽ താരങ്ങൾ അടക്കം ഉൾപ്പെടുന്നു, അവർ ഉപയോഗിക്കുന്നു, രാസലഹരി അവർക്ക് സെറ്റുകളിൽ തടസ്സമില്ലാതെ ലഭിക്കുന്നു എന്നടക്കമുള്ള ആരോപണം നിൽക്കുമ്പോഴും കൃത്യമായ കേസുകളിലേക്ക് പലപ്പോഴും എത്തിച്ചേരാൻ കഴിഞ്ഞിരുന്നില്ല. മുൻപും ഇത്തരത്തിൽ ശാസ്ത്രീയ പരിശോധനകളിലേക്കടക്കം കടക്കുന്ന വേളയിലും പലതരത്തിലുള്ള തടസ്സങ്ങളും നിയമപരമായ പ്രശ്നങ്ങളും നിൽക്കുന്നുണ്ട്. ഷൈൻ തന്നെ പ്രതിയായ കൊക്കൈൻ കേസ് സംസ്ഥാനത്ത് തന്നെ ആ സ്വഭാവത്തിലുള്ള ആദ്യത്തെ കേസാണ്. ആ കേസിൽ പക്ഷേ ഷൈൻ കുറ്റവിമുക്തനാക്കപ്പെടുകയാണ് ചെയ്തത്. 10 വർഷം മുൻപ് നടന്നൊരു സംഭവമാണ്. കൃത്യം 10 വർഷങ്ങൾക്ക് ശേഷം ഷൈൻ വീണ്ടും സമാനമായി ലഹരി കേസിൽ തന്നെ കുറച്ചുകൂടി കുരുക്കുമുറുകും വിധം പെടുന്നു എന്നാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ പോലീസിന് കൃത്യമായി ഒരു പ്ലാൻ ഉണ്ടായിരുന്നു, കൃത്യമായ ഒരു സ്ട്രാറ്റജി ഉണ്ടായിരുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അതായത് ഷൈൻ ആദ്യഘട്ടത്തിൽ എല്ലാ ആരോപണങ്ങളും നിരാകരിക്കുകയാണ് ചെയ്തത്. താൻ ഗുണ്ടാ സംഘം സുഹൃത്തുമായ ഒരു തർക്കമുണ്ടായിരുന്നു ആ മുറിയിൽ വെച്ച്. ആ സുഹൃത്ത് പറഞ്ഞയച്ച ഗുണ്ടകളാണെന്ന് കരുതി അക്രമം ഭയന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. പോലീസാണ്, ഡാൻസ് ഓഫ് സംഘമാണെന്ന് അറിഞ്ഞിരുന്നില്ല എന്ന മൊഴിയാണ് നൽകിയത്. താൻ ഇപ്പോൾ ലഹരി ഉപയോഗിക്കുന്നില്ല എന്ന് ആദ്യം പറഞ്ഞു. പക്ഷേ പിന്നീട് തെളിവുകൾ ഒന്നൊന്നായി നിരത്തി ലഹരി സംഘവുമായുള്ള അല്ലെങ്കിൽ അത്തരം ഇടനിലക്കാരുമായുള്ള ഫോൺ സംഭാഷണം, വാട്സപ്പ് ചാറ്റ്, പണം അയച്ചു കൊടുത്തത്, ലഹരിയിലെ പ്രധാനപ്പെട്ട ഇടനിലക്കാരൻ സജീറിന് പണം അയച്ചത്, തസ്ലീമ നൽകിയ മൊഴി, ഇതടക്കമുള്ള കാര്യങ്ങൾ ഒന്നൊന്നായി തെളിവുകൾ സഹിതം ചൂണ്ടിക്കാണിച്ച് ചോദിച്ചപ്പോഴാണ് ഷൈൻ പതറിയത്. രാസലഹരി ഉപയോഗിക്കാറുണ്ട് എന്നും മറുപടി പറഞ്ഞു. ഇവരുമായെല്ലാം ബന്ധമുണ്ട് എന്ന സമ്മതം നടത്തി. അതുൾപ്പെടെ കൂടുതൽ കൃത്യമായി തെളിവുകൾ മുൻനിർത്തിയപ്പോഴാണ് ഷൈൻ പതറിയത്. പിന്നീട് ആ സമ്മതം നടത്തുകയും ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഏതെങ്കിലും നിലയ്ക്ക് ഒരു തൊണ്ടി മുതൽ പിടികൂടിയിട്ടില്ല, കൈവശം നിന്ന് പിടിച്ചിട്ടില്ല. അതുകൂടാതെ മെഡിക്കൽ വൈദ്യപരിശോധനാ ഫലം ഇപ്പോൾ കൈവശമില്ലതാനും. ആ പശ്ചാത്തലത്തിൽ ഇപ്പോൾ സാധ്യമായ വകുപ്പുകൾ ചുമത്തിയാണ് കേസ് എടുത്തിരിക്കുന്നത്. അതുതന്നെ ആ മുറിയെടുത്തത്, കൊച്ചിയിലെ ഹോട്ടലിൽ മുറിയെടുത്തത് ലഹരി ഉപയോഗിക്കാനാണ്, സുഹൃത്തുമായി പങ്കുവെക്കാനാണ് എന്നതടക്കമുള്ള കാര്യങ്ങളൊപ്പം ഓടി രക്ഷപ്പെട്ടതുകൊണ്ട് തെളിവ് നശിപ്പിക്കൽ എന്നതടക്കമുള്ള ഒരു വകുപ്പ് കൂടി വരുന്നു. അതൊരു കേസാണ്. ആ കേസിന്റെ അടിസ്ഥാനത്തിൽ ഇനിയിപ്പോൾ വിപുലമായ അന്വേഷണത്തിലേക്ക് പോകാൻ കഴിയും. ആ ഒരു കേസ് ഉള്ളത് കൊണ്ട് തന്നെ വൈദ്യപരിശോധനയ്ക്ക് കൂടി ഷൈനെ വിധേയനാക്കാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞു എന്നതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെ വൈദ്യപരിശോധനയ്ക്ക് ആന്റി ഡോപ്പിംഗ് ടെസ്റ്റ്, അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. കാരണം പലപ്പോഴും പൊതുവിടത്തിൽ പെരുമാറുമ്പോഴും ഇടപെടുമ്പോഴും വളരെ അസ്വാഭാവികമായി പെരുമാറുന്ന ഷൈൻ ലഹരി ഉപയോഗിച്ചിട്ടുണ്ട് എന്ന ആരോപണം പല ഘട്ടങ്ങളിലും വന്നതാണ്. പക്ഷേ അപ്പോഴൊക്കെ അതൊരു നിയമപരമായ വഴിയിലൂടെയുള്ള പരിശോധനയായി തീർന്നിരുന്നില്ല എന്നതാണ് ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ പക്ഷേ കുറച്ചു കാലം മുൻപ് ഉപയോഗിച്ചതാണെങ്കിലും ഒരു നിശ്ചിത ഇടവേളയ്ക്കുള്ളിലാണ് ലഹരി ഉപയോഗം നടന്നിട്ടുള്ളതെങ്കിൽ അത് ആന്റി ഡോപ്പിംഗ് ടെസ്റ്റിൽ വളരെ കൃത്യമായി വെളിവാകും. അങ്ങനെ വെളിവായാൽ ഈ കേസിന്റെ ബലവും സ്വഭാവവും കുറെ കൂടി മാറും എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഈ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ചാണ്. ലഹരി ഇടനിലക്കാർ, അങ്ങനെ കേസിൽപ്പെട്ടവരും പോലീസിന്റെയും ഡാൻസ് ഓഫിന്റെയും എക്സൈസിന്റെയും ഒക്കെ റഡാറിലുള്ള ആളുകളുമായുമുള്ള സാമ്പത്തിക ഇടപാടുകളാണ്. അത് തെളിയിക്കുന്നതിന് കുറെ കൂടി ഇത്തരം ടെസ്റ്റുകളുടെ ഫലം പോലീസിനെ സഹായിക്കും എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ആലപ്പുഴയിലെ കേസടക്കം ഇടനിലക്കാർ ഇതിനകം തന്നെ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തൽ ഉൾപ്പെടുന്ന കേസുകളിൽ പ്രതി ചേർക്കാനുള്ള സാധ്യത കൂടി ഇതോടുകൂടി പുതിയൊരു സാധ്യതകൾ കൂടി തെളിയുകയാണ്. അതായത് ഈ ഒരു കേസ് ഒരു സ്റ്റേഷൻ ജാമ്യം ലഭിക്കുന്നുവെന്ന ആശ്വാസത്തിൽ പോകാൻ കഴിയില്ല. ഈ കേസിന്റെ സ്വഭാവം തന്നെ ഈ പരിശോധനാ ഫലം ലഭ്യമാകുന്നതോടുകൂടി മാറും. അതുകൂടാതെ മറ്റ് കേസുകളിൽ ഇതിനകം മൊഴി നൽകിയിട്ടുണ്ട്. ആ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രം ആ കേസിൽ പ്രതി ചേർക്കുകയോ ചോദ്യം ചെയ്യുന്നതിന് ശേഷം അങ്ങനെയുള്ള തീരുമാനം അന്വേഷണ സംഘത്തിന് എടുക്കാനുള്ള ഒരു സാധ്യത തെളിയുന്നു. അതടക്കമുള്ള ഒപ്പം പരിശോധനാ ഫലം ലഹരി ഉപയോഗിച്ചു എന്ന നിലയ്ക്കാണ് എങ്കിൽ അതുൾപ്പെടെ മറ്റ് കേസുകളിലും പ്രതി ചേർക്കുന്നതിന് ഒരു പ്രധാനപ്പെട്ട സാധ്യതയായി മാറും എന്നതുകൂടിയുണ്ട്. അതായത് ഷൈനെ സംബന്ധിച്ചിടത്തോളം ഈ കേസിൽ പെടുന്നു. ഈ കേസ് തന്നെ മറ്റ് കേസുകളിൽ പ്രതി ചേർക്കപ്പെടാനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നതോടൊപ്പം ഈ ലഹരി കേസുകളിലെ അതിന് ബലമുള്ള കൂടുതൽ വകുപ്പുകൾ ചുമത്തിയുള്ള കേസായി പരിണമിക്കുന്നതിനുമുള്ള ഒരു സാധ്യത കൂടി തുറക്കുന്നു എന്നതാണ്. ഷൈൻ്റെ പ്രതിരോധങ്ങളൊന്നും അന്വേഷണ സംഘത്തിന് മുൻപിൽ വിലപ്പോയില്ല എന്നതാണ്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതും സംശയകരമായ കാര്യം, അല്ലെങ്കിൽ ഈ കേസിലേക്ക് അടക്കം നയിച്ചതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പശ്ചാത്തലം ഷൈൻ രക്ഷപ്പെട്ടു പോയതാണ്. ആ ഘട്ടത്തിൽ പക്ഷേ ഷൈൻ്റെ മുറിയിൽ നിന്നോ അവിടെ താമസിച്ചിരുന്ന സ്ഥലങ്ങളിൽ പരിശോധന നടത്തിയെങ്കിലും, ഡാൻസ് ഓഫ് സംഘം പരിശോധന നടത്തിയെങ്കിലും ഏതെങ്കിലും നിലയ്ക്ക് ലഹരി വസ്തുക്കൾ കണ്ടെത്താനായില്ല. അതോടുകൂടി ഏതെങ്കിലും ഒരു തൊണ്ടി മുതൽ ലഭ്യമാകാത്ത പശ്ചാത്തലത്തിൽ ഒരു കുറ്റകൃത്യം നടന്നു എന്ന ഒരു സാധ്യത ആ ഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. പക്ഷേ പരിശോധനയ്ക്കിടെ രക്ഷപ്പെട്ടു പോകുന്നത് ഇങ്ങനൊരു കുറ്റകൃത്യം മറയ്ക്കാനാണ് എന്ന് അനുമാനിക്കുക നിയമപരമായി അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം സാധ്യമാണ്. അതുകൊണ്ട് തന്നെ നേരത്തെ മുറിയിലുണ്ടായിരുന്ന സുഹൃത്തിനെ ചോദ്യം ചെയ്യുകയും മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളതാണ്. പിന്നീട് അവിടെയുള്ള ആ മുറിയിൽ വന്നുപോയവരിൽ ചോദ്യം ചെയ്യുകയും അതിന്റെ സാധ്യതകൾ പരിശോധിക്കുകയും ചെയ്തു.
ചെയ്തു. ഒപ്പം ഈ മറ്റ് തെളിവുകൾ കൂടി ശേഖരിച്ചപ്പോൾ ഇങ്ങനെ ഒരു സാധ്യത ഉറപ്പിക്കാൻ കഴിയും വിധമുള്ള ഒരു സാധ്യതയിലേക്ക് എത്താൻ, അല്ലെങ്കിൽ ശാസ്ത്രീയമായി തന്നെ ഈ തെളിവുകൾ, ഫോൺ കോൾ രേഖകൾ, കോൾ ലോഗാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്, വാട്സപ്പ് വഴിയുള്ള സന്ദേശം, അതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ, മറ്റൊന്ന് പണം അയച്ചു കൊടുത്തതിൻ്റെ നിലവിലെ പ്രൈമറിയായി ശേഖരിച്ച സ്റ്റേറ്റ്മെന്റ് ഉണ്ട്, അതിൽ ഇടനിലക്കാരുമായി നടത്തിയ സാമ്പത്തിക ഇടപാട്, ഇതെല്ലാം തന്നെ ഷൈൻ ലഹരി ഇടപാട് അല്ലെങ്കിൽ ലഹരി ഉപയോഗിക്കുന്നു, അല്ലെങ്കിൽ ലഹരി ഇടപാടുകാരുമായി ഇടനിലക്കാരുമായി ബന്ധമുണ്ടെന്നതിന് തെളിവായി തന്നെ നിൽക്കുന്നു. അപ്പോഴും പ്രഥമ ദൃഷ്ടി അല്ലെങ്കിൽ ഒറ്റ നോട്ടത്തിൽ ദുർബലമെന്ന് തോന്നിപ്പിക്കുന്ന വകുപ്പ് ചുമത്തിയുള്ള കേസാണെങ്കിൽ കൂടിയും ആ ഒരു കേസ് വഴി പ്രധാനപ്പെട്ട ഒരു വൈദ്യപരിശോധനയിലേക്ക് അല്ലെങ്കിൽ ആന്റി ഡോപ്പിംഗ് ടെസ്റ്റ് പോലെ ഒരു പ്രധാനപ്പെട്ട ടെസ്റ്റിലേക്ക് നിയമപരമായ തടസ്സങ്ങളോ വെല്ലുവിളികളോ ചാലഞ്ചോ ഒന്നുമില്ലാതെ നേരിട്ട് അന്വേഷണ സംഘത്തിന് കടക്കാൻ കഴിയുന്ന ഒരു സാധ്യത അതോടുകൂടി തെളിഞ്ഞു. ആ റിസൾട്ടിനെ ആശ്രയിച്ചിരിക്കും ഈ കേസിന്റെയും ഷൈൻ്റെ നിയമപരമായി ഈ കേസിന്റെ ഒരു ഭാവി എന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം